Hi guys, welcome to our main kitchen in Hotel White Hammer. ഞാൻ സുധീർ, ഇവിടുത്തെ എൻ്റെ പേര് സുധീർ കെ നായർ എന്നാണ്. ഞാനിവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫാണ്. ഞാൻ ഞങ്ങളുടെ വൈറ്റ് ഹാമറിലെ ഒരു ഗോവ ട്രീ റെസ്റ്റോറൻറ്റ് മുകളിലെ ഒരു മൾട്ടി കുസീൻ റെസ്റ്റോറൻ്റാണ് ഗോവ ട്രീ. അതിൽ ഞങ്ങളുടെ ഒരു വീക്കെൻഡ് സ്പെഷ്യൽ ഉപയോഗിക്കുന്ന ഒരു വിഭവമാണെന്ന് കാണിക്കാൻ പോകുന്നത്. ആ ഡിഷിൻ്റെ പേരാണ് പാം ഫിഷ്. പാം ഫിഷ് എന്നാണ് ഞങ്ങളുടെ അതിനൂടെ പേരിട്ടിരിക്കുന്നത്. ഇതിന് വേണ്ടത് നെയ്മീനോ ചൂരയോ, നിങ്ങൾക്ക് ഏത് ഫിഷാണോ ഇതായിട്ട് കിട്ടുന്നത്. ഞങ്ങളുടെ ഇവിടെ നെയ്മീനാണ് ഉപയോഗിക്കുന്നത്. ഇതിന് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് പിന്നെ പാലക് പേസ്റ്റ് എന്ന് പറഞ്ഞാൽ പച്ചച്ചീരയുടെ പേസ്റ്റ്, കുറച്ച് ക്രീം, സോൾട്ട്, പെപ്പർ, പിന്നെ ഞങ്ങളുടെ സാധാരണ എല്ലാ കറികളിലും ഉപയോഗിക്കുന്ന ചില്ലി പൗഡർ, കൊറിയാണ്ടർ പൗഡർ, ആൻഡ് ലിറ്റിൽ ടർമറിക് പൗഡർ, പിന്നെ ജിഞ്ചറും, പിന്നെ കസൂരി മേത്തി എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ലൈക്ക് മേത്തി ലീവ്സ്, കസൂരി മേത്തി. നമുക്കപ്പോൾ അതിൻ്റെ കുക്കിംഗ് തുടങ്ങാം. വെരി സിമ്പിളാണ്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ സൺഫ്ലവറോ ഓലിവ് ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങളുടെ യുവർ വിഷ്, ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിൽ മോസ്റ്റ്ലി നമുക്ക് ഇതിൽ ഗാർലിക് ഫ്ലേവർ വേണം. സോ ആഡിങ് കുറച്ച് നല്ല ഗാർലിക് ആഡ് ചെയ്യുകയാണ്. ആൻഡ് സം ജിഞ്ചർ, ഇച്ചിരി ഓണിയൻസ്. ഒന്ന് ഷോർട്ട് ചെയ്തിട്ട് ഈ ഫിഷിനെ ഇതിൽ തന്നെ കുക്ക് ചെയ്യണം. നെയ്മീനാണ് ഞങ്ങളുടെ വളരെ ചെറിയ സ്മോൾ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് വെരി ഈസിയാണ്, വളരെ സമയം പിടിക്കത്തില്ല. ഒരു 4-5 മിനിറ്റ്സ് കൊണ്ട് ഫിഷ് കുക്കാകും. സോ ഇതിലോട്ട് തന്നെ ഫിഷ് ആഡ് ചെയ്യുകയാണ്. ഇതിലെന്താന്ന് പറഞ്ഞാൽ ഒള്ളി പാലക്കിൻ്റെ ഈ സ്പിനാച്ചിൻ്റെ ഫ്ലേവറേ വരത്തുള്ളൂ. സോ വി ആർ നോട്ട് ആഡിങ് നമ്മുടെ പിന്നെ കൊറിയാണ്ടർ ലീവ്സോ കറി ലീവ്സോ ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. കസൂരി മേത്തി ലീവ്സിൻ്റെ ഫ്ലേവറും പ്ലസ് പാലക് പേസ്റ്റ്. ഓക്കെ, ഇത് കുക്കാകാൻ വേണ്ടി നമുക്ക് ഇച്ചിരി വാട്ടർ ഒഴിച്ച് കൊടുക്കാം. ഇത് സാധാരണ നോൺ ബ്രെഡ് റൊട്ടിയുടെ കൂടെയോ നോൺ ബ്രെഡിൻ്റെ കൂടെയോ പിന്നെ ഈ ജീര പുളവ് അങ്ങനെയുള്ള ഈ പുളവ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നമ്മുടെ സാധാരണ നിങ്ങളുടെ കേൾക്കാറുള്ളത് പോലെ പാലക് പനീറും ഇപ്പോൾ പാലക് ചിക്കനും അതുപോലെ ഒരു പാലക് ഫിഷ്, അത്രയേ ഉള്ളൂ. അതിൽ വേറെ വലിയൊരു ഡിഫറൻസ് ഒന്നുമില്ല. ഓക്കെ, നമ്മുടെ ഫിഷ് ആൾമോസ്റ്റ് കുക്കായി കഴിഞ്ഞ് നൗ വി ആർ ആഡിങ് നമ്മുടെ പാലക് പേസ്റ്റ് കുറച്ച് നല്ലവണ്ണം ആഡ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ പാലക്കും കസൂരി മേത്തിയും പാലക്കിൻ്റെയും ഫ്ലേവറാണ് ഇതിൽ മുന്നിൽ നിൽക്കുന്നത്. നമ്മുടെ ഓൾമോസ്റ്റ് ഡൺ. ഓക്കെ, ആഡ് ലിറ്റിൽ സോൾട്ട് ആൻഡ് ലിറ്റിൽ കൊറിയാണ്ടർ പൗഡർ. ഇതിലെന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊറിയാണ്ടറൊക്കെ ഞങ്ങളുടെ ഒരു പച്ചയായിട്ടാണ് ആഡ് ചെയ്യുന്നത്. ചില്ലി പൗഡർ നമ്മുടെ ഇതിൽ ഷോർട്ടേജ് ചെയ്യുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, വി ആർ ആഡിങ് ഓക്കെ, നല്ലവണ്ണം ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. റെഡി ആയതിന് ശേഷമേ ഇച്ചിരി ഫ്രഷ് ടൊമാറ്റോ, നല്ല ചോപ്പ് ചെയ്ത ടൊമാറ്റോ ഫ്രഷായിട്ട് ഇടുകയാണ്. ടൊമാറ്റോ നമ്മുടെ നല്ലവണ്ണം അതിൽ കുക്ക് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു ക്രഞ്ചി ആയിട്ട് ടൊമാറ്റോ കഴിക്കാൻ കണക്കായിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഐ എം ആഡിങ് ലിറ്റിൽ ഫ്രഷ് ജിഞ്ചർ ആസ് വെൽ, ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഫ്രഷ് ജിഞ്ചറും കുറച്ച് ഗ്രീൻ ചില്ലിയും നമുക്ക് മുമ്പോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, ഫൈനലി വി ആർ ആഡിങ് ലിറ്റിൽ ക്രീം. ഓക്കെ, കുറച്ച് ക്രീം. അപ്പോൾ ക്രീം വേണമെന്നുള്ളവർ ക്രീം ആഡ് ചെയ്യാം, ക്രീം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആണെങ്കിൽ ഇച്ചിരി പാലോ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ക്രീം പോലുള്ളത്. ഇപ്പോഴേ ക്രീം എല്ലായിടത്തും പിന്നെ കുക്കിംഗ് ക്രീം വിൽ ഗെറ്റ് ഓൾ സൂപ്പർ മാർക്കറ്റ്സ്, എല്ലാ സൂപ്പർ മാർക്കറ്റിലും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ നമ്മുടെ വിഭവം റെഡി ആയി കഴിഞ്ഞ് നമുക്കിനി ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഇന്നത്തെ സ്പെഷ്യൽ വിഭവം റെഡി ആയി കഴിഞ്ഞ് എൻ്റെ പേര് പാം ഫിഷ് എന്നാണ്. ഒരു പാലക് ബേസ്ഡ് ഫിഷ്, പാലക് പനീർ, പാലക് ചിക്കൻ അതുപോലെയൊക്കെ ഒരു പാലക് ഫിഷാണ്. സോ നമ്മുടെ ഇതിന് നെയ്മീനാണ് യൂസ് ചെയ്തത്. വളരെ സിമ്പിൾ, ഒരു 10-15 മിനിറ്റ്സ് കൊണ്ട് കുക്ക് ചെയ്യാൻ പറ്റിയതാണ്. ഇത് ജസ്റ്റ് ക്രീം ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്രീം ആർക്കെങ്കിലും ഇപ്പോൾ റിച്ച് ഫുഡ് വേണ്ട, പിന്നെ ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ ഒരു ക്രീം ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.